മുനമ്പത്ത് കുറെ മനുഷ്യർ 100 ദിവസത്തിലധികമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് വലിയ തിരിച്ചടിയായിരുന്നു സർക്കാരിന്. ഇന്ന് പക്ഷേ സർക്കാരിന് മുനമ്പത്തിൽ ആശ്വാസ ദിവസമാണ്. ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. എന്താണ് കോടതി നടപടികൾ, സർക്കാരിന് എത്രത്തോളം ആശ്വാസമാണെന്ന് നമുക്ക് നോക്കാം. മുനമ്പത്തെ 610 താമസക്കാരുടെ നിയമപരമായ അവകാശങ്ങൾ അത് സംരക്ഷിക്കാൻ എന്ത് ചെയ്യാമെന്ന് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടായിരുന്നു ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജഡ്ജിയായ CN രാമചന്ദ്രൻ നായരെ കമ്മീഷനായി സർക്കാർ നിയോഗിച്ചത്. വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജിയിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ആ നിയമനം റദ്ദാക്കിയത്. ഇതിനെതിരെയാണ് സർക്കാർ നൽകിയത് അപ്പീൽ. ആ അപ്പീലിലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയത് നിയമപരമോ എന്നതിൽ വരുന്ന ജൂൺ മാസത്തിൽ വിശദമായ വാദം കേട്ട് അന്തിമ ഉത്തരവ് പറയും. അതുവരെ മുനമ്പം കമ്മീഷന് പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഹൈക്കോടതി ഉത്തരവിൽ ആശ്വസിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അപ്പീലിൽ വാദം കേട്ട് വിധി പറയുന്നതിന് സമയമെടുക്കും എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് വിധി വരുന്നത് വരെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം. ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കണം എന്നുള്ള ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപിൽ വച്ചത് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് സഹായകരമാകും. ഇവിടെ നമ്മൾ കാണേണ്ടത് ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിലും ഗവൺമെന്റിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. വഖഫാകാം, വഖഫ് അല്ലാതാകാം. എങ്ങനെയാണെങ്കിൽ പോലും അവിടെ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിയമപരമായിട്ടുള്ള ഭൂമിയിലുള്ള അവകാശം ഉറപ്പുവരുത്തണം. അതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. സർക്കാർ നൽകിയ സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഒരു ആശയം, ഗവൺമെന്റിന്റെ ഒരു ഉദ്ദേശം തന്നെ ഈ കമ്മീഷൻ നിയോഗിച്ചത് ഏത് രീതിയിലും ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കണം. മുനമ്പത്തെ നിവാസികളെ, സ്ഥിരതാമസക്കാരെ, ബോണഫൈഡ് ആയിട്ടുള്ള താമസക്കാരെ സംരക്ഷിക്കണം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണ്. ആ ഗവൺമെൻറ്റിൻ്റെ നയത്തിന് ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധികൾ എന്തൊക്കെയാണ് പരിശോധിച്ച് ഗവൺമെൻറ് നിയമനിർമ്മാണമുണ്ട്. ലാൻഡിനെ സംബന്ധിച്ച് ഗവൺമെൻറ് അൾട്ടിമേറ്റ് അതോറിറ്റിയാണ്. ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്താം. ഏത് രീതിയിൽ അവരെ സംരക്ഷിക്കുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നയം. അതിന് യാതൊരു സംശയമില്ല. അതിനെ ഏത് രീതിയിൽ ഗവൺമെൻറ്റിനെ സഹായിക്കാൻ ഒക്കും, ഗവൺമെൻറ് അതിന് എന്തെല്ലാം നിയമോപദേശം കൊടുക്കാൻ ഒക്കുന്നുണ്ട് കമ്മീഷൻ്റെ പരിഗണന. ഈ സംസ്ഥാന സർക്കാർ ആശ്വാസമായി കാണുന്നു. മുനമ്പം നിവാസികൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. ഇപ്പൊ ഇന്ന് 177 ദിവസമായി ഞങ്ങളിവിടെ ഇരിക്കണം. ഞങ്ങൾക്ക് ഒരു വഖഫ് എന്ന ബില്ലിൻ്റെ നിയമ ഭേദഗതി ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി. അത് മോദിജി ഗവൺമെൻറ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഞങ്ങൾ നന്ദിയുള്ളവരാണ് അതിന്. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് കോടതി വഴിയും ഇവിടെ കേരള ഗവൺമെൻറ്റുമാണ്. കേരള ഗവൺമെൻറ് ഞങ്ങൾക്ക് എതിരായി വഖഫ് ബില്ലിന് എതിരായി കൈവെക്കണമെന്ന് പറഞ്ഞ ആളാണ്. ഞങ്ങൾ അവരെ വിശ്വസിക്കണില്ല. ഞങ്ങൾ പണം കൊടുത്ത് മേടിച്ച ഭൂമി 36 വർഷങ്ങൾ ഞങ്ങൾക്ക് റവന്യൂ അവകാശത്തോടുകൂടി സകല കാര്യങ്ങളും ചെയ്തിരുന്ന ഭൂമിക്കാണ്. മുനമ്പം വഖഫ് കേസിൽ മുനമ്പം നിവാസികൾക്കും കക്ഷി ചേരാൻ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ന് ഫാറൂഖ് കോളേജ് നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. കേസിൽ നാളെ മുതൽ ട്രൈബ്യൂണൽ തുടർവാദം കേൾക്കാൻ ഒരുങ്ങുകയാണ്.